ഗൾഫ് സംഘർഷത്തിന് ശേഷം യുഎയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് റെഗുലർ ക്ലാസുകൾ പുനരാരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി സ്കൂൾ ബസ്സുകളും സർവീസ് ആരംഭിക്കും. അതേസമയം ഓൺലൈൻ പഠനവും ക്ലാസ് പഠനവും ഒന്നിച്ച് ഹൈബ്രിഡ് രീതി അവലംബിക്കാനും വിവിധ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അക്ഷയ് പറവൂർ ചേരുകയാണ്. പേരാവൂർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അക്ഷയ്, വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ആ ആശങ്കകൾക്ക് ശേഷം ഇന്ന് വീണ്ടും ക്ലാസുകൾ ഓഫ്ലൈനായി പുനരാരംഭിക്കുകയാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥികളൊക്കെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്? രക്ഷിതാക്കളുടെ നിരന്തരമായ ആവശ്യം കൂടിയായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലെ സ്കൂളിലാണ്, ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇന്ന് നമ്മൾ അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളിന് ശേഷമാണ് വീണ്ടും വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു വിദ്യാർത്ഥികൾക്ക്. പലരും അതിൽ പല പരാതികളും പങ്കുവച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ആ സഹപാഠികളെ കാണാൻ കഴിയുന്നു. അതിൻ്റെ എല്ലാം സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. അതിൻ്റെ ഒരു സന്തോഷമാണ് വിദ്യാർത്ഥികൾ നമ്മോട് പങ്കുവെക്കുന്നത്. മേഖലയിലെ പ്രതിസന്ധികളെ തുടർന്നാണ് യുഎയിലെ വിദ്യാലയങ്ങൾ, സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറ്റിയത്. എന്നാൽ നിലവിലും ഇപ്പോൾ ഹോർമൂസിലടക്കം പല പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു രാജ്യം പൂർണ്ണമായി സജ്ജമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്നുള്ളൊരു സന്ദേശമാണ് യുഎഇ നൽകുന്നത്. അങ്ങനെ ഇന്ന് സ്കൂളുകൾ തുറക്കാൻ യുഎഇ തീരുമാനിക്കുന്നു. തുടക്കത്തിൽ സ്കൂൾ ബസ്സുകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു തീരുമാനം വന്നിരുന്നെങ്കിലും എന്നാൽ പിന്നീട് സ്കൂൾ ബസ്സുകളും ഇന്ന് തന്നെ ആരംഭിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് യുഎഇ എത്തുകയായിരുന്നു. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇന്നു മുതൽ സ്കൂൾ ആരംഭിക്കും എന്നുള്ളതായിരുന്നു യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചത്. ഈ ഒരു സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ ടീച്ചർമാർക്കും ഉൾപ്പെടെ കൃത്യമായ പരിശീലനങ്ങളും നൽകാനും അധികൃതർ കൃത്യമായ ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ പാലിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിൽ നോക്കിയാലും ഈ ഒരു രാജ്യം സുരക്ഷിതമാണ് എന്നുള്ളൊരു സന്ദേശമാണ് യുഎഇ നൽകുന്നത്. ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക്, ക്ലാസ്സുകളിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത്.